ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SSLC പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ 4ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 2ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 പാർട്ടിലും 1ാമത്തെ ചാപ്റ്ററായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇപ്പോൾ 2ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങൾ. 1ാമത്തെ പാർട്ടിൽ 1ാമത്തെ ചാപ്റ്ററിൽ കുറേയധികം പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2ാമത്തെയും 3ാമത്തെയും ചാപ്റ്ററിൽ വരുമ്പോൾ കുറച്ച് തിങ്കിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ 2ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. പാഠം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ 3 പാർട്ടുകൾ കാണാത്തവർക്ക് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. നമുക്ക് ഈ പാഠത്തിലേക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. യു ആകൃതിയിലുള്ള കാന്തത്തിന്റെ ധ്രുവങ്ങൾക്കിടയിൽ സ്വതന്ത്രമായി ചലിക്കത്തക്ക വിധം ഒരു ചാലകം AB തൂക്കിയിട്ടിരിക്കുന്നു. സർക്യൂട്ടിലൂടെയുള്ള വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഈ സംവിധാനത്തിൽ എന്ത് മാറ്റം കാണാൻ കഴിയും? ഇതിനുള്ള കാരണം വിശദമാക്കുക. ഈ സംവിധാനം ഉപയോഗിച്ച് വിശദീകരിക്കാൻ കഴിയുന്ന നിയമം ഏതാണ്? A conductor is hung freely in between the poles of a U-shaped magnet as shown in the figure. Observe it and answer the following questions. What happened to the conductor when an electric current is passed through it? Explain the reason behind this. Which law helps you to explain this? എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു കണ്ടക്ടർ ഉണ്ട്. ഈ കാണുന്നതാണ് AB എന്ന് പറയുന്ന കണ്ടക്ടർ. AB കണ്ടക്ടർ. ദെൻ അതെന്ത് ചെയ്തിരിക്കുന്നു? അത് തൂക്കിയിട്ടിരിക്കുകയാണ്. ദെൻ അതൊരു ബാറ്ററിയുമായിട്ടിവിടെ കണക്ഷൻ ഉണ്ട്. ഇതിവിടെ ഒരു ബാറ്ററി ഉണ്ട്. ദെൻ ഒരു യു ഷേപ്ഡ് മാഗ്നറ്റ് ഉണ്ട്. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ് ടു ദ കണ്ടക്ടർ വെൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ് ത്രൂ ഇറ്റ്? അപ്പൊ ഇതിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ AB എന്ന് പറയുന്ന ഈ കണ്ടക്ടറിന് എന്താണ് സംഭവിക്കുന്നതെന്നാണ് 1ാമത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾ ഈ പാഠത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ placed in a magnetic field experience a force. A current carrying conductor placed in a magnetic field experience a force. അതായത് കറണ്ട് പാസ് ചെയ്യുന്ന, വൈദ്യുതി പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു ബലം അനുഭവപ്പെടുന്നു. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ ഒരു ബലം അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ AB എന്ന് പറയുന്ന കണ്ടക്ടർ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഓക്കെ, ദ കണ്ടക്ടർ AB മൂവ്സ്. അതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. കണ്ടക്ടർ മൂവ്സ് എന്ന് നമുക്ക് പറയാം. കണ്ടക്ടർ മൂവ്സ് അല്ലേ? A current carrying conductor placed in a magnetic field produce force. Explain the reason behind this. ആ റീസൺ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ എന്താണ്? എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, കറണ്ട് ഉണ്ടാവണം, പ്ലസ് എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം. ദെൻ ഇറ്റ് പ്രൊഡ്യൂസ് എന്താണ്? ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും കൂടി ചേർന്നാൽ എന്താണ്ടാവും? ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ റീസൺ ബിഹൈൻഡ് ദിസ് എന്ന് പറയുന്നത്. ദെൻ വിച്ച് ലോ ഹെൽപ്സ് യു ടു എക്സ്പ്ലെയിൻ ദിസ്? അപ്പൊ ഏത് ലോ വെച്ചിട്ടാണ് ഇതിന്റെ ഓരോ ഡയറക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ലോ വെച്ചിട്ടാണ്? നിങ്ങൾ പഠിച്ചു, ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ടാണ് ഈ ലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണെന്നുള്ളത് അടുത്ത ചോദ്യത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? കണ്ടക്ടർ മൂവ്സ് അല്ലെ? ആദ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. കണ്ടക്ടർ മൂവ് ചെയ്യുന്നു. ദെൻ എ കണ്ടക്ടർ കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് വെൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ് ത്രൂ ഇറ്റ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കറണ്ട് ഉള്ള ഒരു കണ്ടക്ടർ പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ദെൻ ഇതിന്റെ റൂൾ ഏതാണ്?
ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. അതായത് ചാലകം ചലിക്കുന്നു, ദെൻ കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിൽ ബലം അനുഭവപ്പെടുന്നു. ഫ്ലെമിങ്സിന്റെ ഇടതുകൈ നിയമമാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത്. ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫ്ലെമിങ്സിന്റെ ഇടതുകൈ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. തള്ളവിരൽ ചാലകത്തിന്റെ ചലനദിശയെ സൂചിപ്പിക്കുന്നു. ചൂണ്ടുവിരൽ വൈദ്യുത പ്രവാഹ ദിശയെ സൂചിപ്പിക്കുന്നു. നടുവിരൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ സൂചിപ്പിക്കുന്നു. From the given list, identify the correct statement related to Fleming's left hand rule. Thumb indicates the direction of force. Forefinger indicates the direction of current. Center finger indicates the direction of magnetic field. Other fingers that hold the conductor shows the direction of magnetic field. ഇത് മലയാളം ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല അല്ലേ? അതായത് മറ്റ് ഫിംഗറുകൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ കാണിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ്, കറക്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണെന്ന് നോക്കാം അല്ലെ. ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, കറണ്ട് പ്ലസ് മാഗ്നറ്റിക് ഫീൽഡ് ഗീവ്സ് എന്താണ്, ഫോഴ്സ്. ഇതിന് മൂന്നിനും ഓരോ ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാനാണ് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. കറണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ്. അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കുക, ഇത് മൂന്നും, കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും ഫോഴ്സും എന്താണ്, എപ്പോഴും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഏത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാലും അതിന്റെ ആംഗിൾ എന്താണ്, എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഇത് രണ്ടും 90 ആയിരിക്കും, ഇത് രണ്ടും 90 ആയിരിക്കും, ഇതെടുത്താലും ഇതെല്ലാം 90 ഡിഗ്രി ആയിരിക്കും, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്ലെമിങ്സ് അപ്ലൈ ചെയ്ത ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂള് 3rd ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് നമ്മുടെ ഹോൾഡ് ദ ഫോർ ഫിംഗർ, ദ മിഡിൽ ഫിംഗർ ആൻഡ് തംബ് ഓഫ് ദ ലെഫ്റ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. 3 വിരലുകൾ, അതായത് തള്ളവിരല്, നടുവിരല്, ചൂണ്ടുവിരല്, ഇത് എന്ത് ചെയ്യുന്നു, മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ thumb indicates the direction of force. Then the forefinger indicates the direction of magnetic field. ഫോർഫിംഗർ അല്ലെങ്കിൽ ചൂണ്ടുവിരൽ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ദെൻ ദ സെൻട്രൽ ഫിംഗർ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് ദ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഇതാണ് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പൊ ഈ റൂൾ ഇങ്ങനെ കാണാതെ പഠിക്കണ്ട, എന്ത് ചെയ്താൽ മതി, തള്ളവിരല് ഇത് മൂന്നും പെർപെൻഡിക്കുലർ ആണെന്ന് ഓർത്തിരിക്കുക. ദെൻ തള്ളവിരലിലെ ഏറ്റവും മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന തമ്പായിരിക്കും നമ്മുടെ ഫോഴ്സ് എന്ന് ഓർക്കുക. തമ്പ് ഫോഴ്സ്, ചൂണ്ടുന്നു, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു. ചൂണ്ടുവിരൽ അല്ലെങ്കിൽ ഫോർ ഫിംഗർ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ സെൻട്രൽ ഫിംഗർ, മിഡിൽ ഫിംഗർ എന്താണ്, കറണ്ടിന്റെ ഡയറക്ഷൻ. മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷൻ. ഇതൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ, എന്നിട്ട് നിങ്ങൾക്ക് ഈ റൂള് അതേപടി അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇപ്പൊ ഇതിന്റെ ഈ സെന്റൻസുകൾ കറക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിലെ ഈ ഡേറ്റാസ് കറക്റ്റ് ആവണമെന്നേ ഉള്ളൂ. തമ്പ് ഫോഴ്സ് ആണ്, ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, മിഡിൽ ഫിംഗർ കറണ്ട് ആണ്. കറണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ഡയറക്ഷൻ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കറണ്ട് ഉണ്ടാവുക. അങ്ങനെ ഏതിന്റെയും ഒരെണ്ണം മാറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് മറ്റൊരു രണ്ടും എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ ഇതില് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും, thumb indicates the direction of force അല്ലെ, thumb indicates the direction of force. ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണോ, അല്ലല്ലോ. ഫോർ ഫിംഗർ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഫീൽഡ് ആണ്. അപ്പൊ അത് തെറ്റാണ് അല്ലെ. സെൻട്രൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്, സെൻട്രൽ ഫിംഗർ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഡയറക്ഷൻ ഓഫ് കറണ്ട് അല്ലേ. അപ്പൊ അത് തെറ്റല്ലേ. ദെൻ അതർ ഫിംഗേഴ്സ് ദാറ്റ് ഹോൾഡ് ദ കണ്ടക്ടർ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണോ,
മറ്റ് 2 ഫിംഗറുകൾ വേറെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? ഒന്നും കാണിക്കുന്നില്ല. മറ്റ് 2 ഫിംഗർ കാണിക്കുന്നത് മാക്സ്വെല്ലിന്റെ കോർക്ക് സ്ക്രൂ റൂളാണ്, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തം റൂളാണ്. ഈ പാഠത്തിന്റെ ആദ്യം പറയുന്നുണ്ട് റൈറ്റ് ഹാൻഡ് തം റൂൾ. അതായത് തമ്പ് മാത്രം മുകളിലേക്ക് നീട്ടി, തമ്പ് മാത്രം വെച്ചിട്ട് ബാക്കി ഫിംഗറുകൾ ചുറ്റി ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് ആ കേൾഡ് ഫിംഗർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഡയറക്ഷൻ ഓഫ് ഫീൽഡിനെ അല്ലെങ്കിൽ മൂവ്മെന്റിനെയും ദെൻ മാഗ്നറ്റിക് ഫീൽഡിനെയും തമ്പ് ഇൻഡിക്കേറ്റ്സ് കറണ്ടുമെന്ന് ഇതിന്റെ ആദ്യം പറയുന്നുണ്ട് അല്ലെ. മാക്സ്വെൽസ് കോക്സ് റൂളുകൾ, തമ്പ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ അടുത്ത ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒരിക്കലും മറന്നു പോകരുത്. ലെഫ്റ്റ് ഹാൻഡിലെ 3 വിരലുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക. തമ്പ് ഫോഴ്സ്, ദെൻ 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ സെൻട്രൽ ഫിംഗർ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ കറണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഇതിന്റെ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ ഉണ്ട്. ബലം എന്താണ്? കാന്തിക മണ്ഡലം എന്താണ്? ചൂണ്ടുവിരല് കറണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നടുവിരല് കറണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, തള്ളവിരല് എന്ത് ചെയ്യുന്നു? ബലത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Okay, after observing the figure, write down the parts represented by N, S, R1, R2, B1, B2, A, B, C, D. അപ്പൊ ഇതെന്താണ് സംഭവം? ഇതെന്താണ്? ഒരു ഇലക്ട്രിക് മോട്ടോറാണ്. ഓക്കെ, ഇലക്ട്രിക് മോട്ടോറാണ്. അപ്പൊ ഇതിലെ ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് എന്തിനെയൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. Then, if current is flown as shown in the diagram, what will be the direction of rotation of the armature? കറണ്ട് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആർമേച്ചർ കോയിലിന്റെ റൊട്ടേഷൻ എങ്ങോട്ടായിരിക്കും? ദെൻ അടുത്തത്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഇൻ ഇലക്ട്രിക് മോട്ടോർ? ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. സ്പ്ലിറ്റ് റിംഗിന്റെ യൂസ് എന്താണ് എന്നുള്ളത്, ഫംഗ്ഷൻ എന്താണെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക ഇലക്ട്രിക് മോട്ടോറും ഇലക്ട്രിക് ജനറേറ്ററും തമ്മിലുള്ള വ്യത്യാസം. ഇലക്ട്രിക് മോട്ടോർ ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കരുത്. ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്നത് ഇന്ന എനർജിനെ ഇന്ത എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ കാണാതെ പഠിച്ചു വെക്കരുത്. നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കുക. നമ്മുടെ വീടുകളിലേക്ക് മോട്ടോർ എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? മോട്ടോർ പ്രവർത്തിക്കുന്നത് വെള്ളം പമ്പ് ചെയ്യാനല്ലേ? വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോട്ടോർ ഉപയോഗിക്കുന്നു അല്ലെ, വാട്ടർ പമ്പ് ചെയ്യാൻ. അപ്പൊ വാട്ടർ പമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോഴ്സ് അല്ലേ, ഫോഴ്സ് ആണ് അല്ലെ. അപ്പോ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? കറണ്ട് കൊടുത്താലേ ഈ മോട്ടോർ വർക്ക് ചെയ്യുള്ളൂ, കറണ്ട് കൊടുത്താലേ മോട്ടോർ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ കറണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഇലക്ട്രിക്കൽ എനർജി അല്ലേ, ഇലക്ട്രിക്കൽ എനർജി കൊടുക്കണം. ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ഫോഴ്സ് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ അല്ലേ, മെക്കാനിക്കൽ കാര്യമല്ലേ. ഇപ്പൊ മെക്കാനിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ആര് ചെയ്യുന്നത്? ഇലക്ട്രിക് മോട്ടോർ ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഇലക്ട്രിക് മോട്ടോർ ചെയ്യുന്നത് കേട്ടോ. ഇലക്ട്രിക് ജനറേറ്റർ വരുമ്പോൾ അത് നേരെ തിരിഞ്ഞു വരും, മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറും. അപ്പൊ അത് അടുത്ത പാഠത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, അന്നേരം പറയാം, അടുത്ത പാഠത്തിൽ വരുമ്പോൾ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോൾ ഇതിലെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന്റെ മലയാളം ചോദ്യം: ചിത്രം നിരീക്ഷിച്ച് NS, R1, R2, B1, B2, ABCD എന്നിവ ഏതാണ് കണ്ടെത്തി എഴുതുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ നിർമ്മിച്ച ആർമേച്ചറിൽ കൂടി വൈദ്യുതി കടന്നു പോയാൽ ആർമേച്ചർ ഏത് ദിശയിൽ കറങ്ങും? പ്രദക്ഷിണം, അപ്രദക്ഷിണം. വൈദ്യുത മോട്ടോറിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിന്റെ ധർമ്മം എന്ത്? പ്രദക്ഷിണം, അപ്രദക്ഷിണം എന്ന് പറയുന്നത് ക്ലോക്ക് വേസും ആന്റി ക്ലോക്ക് വേസ് ഡയറക്ഷനുമാണ്. ക്ലോക്കിന്റെ ഡയറക്ഷനിലാണോ ആന്റി ക്ലോക്ക് വേസ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ എന്ന് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ടേമുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. NS എന്ന് പറയുന്നത് എന്തായിരിക്കും? NS എന്ന് പറയുന്നത് എന്തായിരിക്കും? നോർത്തും സൗത്ത് പോൾ അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് വേണ്ടേ? ഇതിന്റെ ഇലക്ട്രിക് മോട്ടോറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രിക് മോട്ടോറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പിന്നെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ
ഇറ്റ് പ്രൊഡ്യൂസ് എ ഫോഴ്സ് എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ ആ പ്രിൻസിപ്പിളാണ് ഇലക്ട്രിക് മോട്ടോറിന്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇലക്ട്രിക് മോട്ടോറിന്റെ പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഇതാണ് എഴുതി വെക്കേണ്ടത്. അത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ടാവണം? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണ്ടേ. അപ്പൊ ഈ എന്നും എസും എന്താണ്? ഓരോ ഫീൽഡ് മാഗ്നറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ പോളുകളാണ് കൊടുത്തിരിക്കുന്ന എന്നും എസും എന്ന് പറയുന്നത്, ഫീൽഡ് മാഗ്നറ്റ്സ്. ഓക്കെ, എന്നും എസും ക്ലിയർ ആയല്ലോ. ദെൻ R1 R2 എന്ന് പറയുന്നത്, R1 R2 ഇത് R1, ദെൻ ദിസ് ഇസ് R2. R1 R2 എന്ന് പറയുന്നത് എന്താ? R1 R2 എന്ന് പറയുന്നത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ് ആണ്. റിംഗ് 1 റിംഗ് 2, റിംഗ് 1 റിംഗ് 2. R1 R2 എന്ന് പറയുന്നത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ് കേട്ടോ, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, ദെൻ B1 B2 എന്ന് പറയുന്നത് എന്തായിരിക്കും? B1 B2. ഓക്കെ, ഇത് ഒരഞ്ഞു നീങ്ങുന്ന ബ്രഷ്. ഇതിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ അന്ന് ടീച്ചർ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത് നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കുക. അപ്പോൾ യൂട്യൂബിൽ അതിന്റെ ആ എക്സ്പെരിമെന്റിന്റെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ B1 എന്ന് പറയുന്നത് ബ്രഷസ് ആണ്. B1 B2 എന്ന് പറയുന്നത് ബ്രഷസ് ആണ്. ഇതിങ്ങനെ ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഇങ്ങനെ ഒരഞ്ഞ് നീങ്ങുന്നതാണ് B1ലും B2ലും ബ്രഷസ് ആണ്. ഓക്കെ, ദെൻ ABCD എന്ന് പറയുന്നത് എന്താ? ABCD എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോൺ ആസ് ആർമേച്ചർ കോയിൽ. ABCD ആർമേച്ചർ കോയിലാണ്, ആർമേച്ചർ കോയിൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ, ആർമേച്ചർ കോയിൽ. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ ക്ലിയർ ആക്കി. നോർത്ത് സൗത്ത് NS എന്താണ്? R1 R2 എന്ന് പറയുന്ന റിംഗ്സ് ആണ്, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ് ആണ്. B1 B2 എന്ന് പറയുന്നത് ബ്രഷസ് ആണ്. ABCD എന്ന് പറയുന്നത് ആർമേച്ചർ കോയിലാണ്. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? ഓക്കെ, if a current is flown as shown in the figure, what will be the direction of rotation of armature coil എന്നാണ് ചോദ്യം. ആർമേച്ചർ കോയിലിന്റെ റൊട്ടേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കവിടെ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യണം. അതായത് ഇവിടെ നോക്കുക, ഇവിടെയാണ് ബാറ്ററിയുടെ പോസിറ്റീവ് അല്ലെ. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കല്ലേ. അതുകൊണ്ട് ഇവിടെ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്ന കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെ പോയി, ദെൻ ഇവിടെ വരുമ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പോയി. ഇപ്പൊ AB എന്ന് പറഞ്ഞ ആർമേച്ചർ കോയിലൂടെ ആ ഡയറക്ഷനിൽ പോയി നേരെ CD-യിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? തിരിയുന്നു അല്ലെ. തിരിഞ്ഞു വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് കറണ്ടിന്റെ ഡയറക്ഷനിലുള്ളത്. അപ്പൊ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ആർമേച്ചർ കോയിലിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ് എന്നാണ് ചോദ്യം. ആർമേച്ചർ കോയിലിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണെന്നാണ് ഇതിന്റെ ചോദ്യം. അപ്പൊ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട റൂള് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് തമ്പ് എന്താണ്? ഫോഴ്സ് ആണ്. ദെൻ 4 ഫിംഗർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് കറണ്ട് ആണ്, കറണ്ട് അല്ലെ. ഇത് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ കറണ്ടിന്റെ ഡയറക്ഷൻ, ഇതിപ്പോ ഈ കൈ വെച്ചിരിക്കുന്ന ഇതേ ഡയറക്ഷൻ തന്നെ നമുക്ക് നോക്കാം. കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ. അപ്പൊ ഇവിടെ കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടാ വരുന്നത്? ഈ സൈഡ് നോക്കാം. CD-യിലെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. CD-യിലും അതേ ഡയറക്ഷനിൽ തന്നെയാണല്ലോ, താഴേക്കാണ് കറണ്ട് അല്ലെ. കറണ്ട് താഴേക്കാണ്. ദെൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കിയേ, ഇങ്ങനെയല്ലേ, ഈ സൈഡിലേക്കല്ലേ. ഇപ്പൊ ഇവിടെ ഇതാണല്ലോ, ഈ സൈഡിലേക്കാണല്ലോ. നോർത്ത് ടു സൗത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത് അല്ലെ. ഇങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് എന്താണ്? CD-യില് താഴേക്ക് കറണ്ട്. അങ്ങനെ വരുമ്പോ ഫോഴ്സ് എങ്ങോട്ടാന്നാ പറഞ്ഞിരിക്കുന്നത്? ഫോഴ്സ് നേരെ മുകളിലേക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ കണ്ടില്ലേ, ബലം എങ്ങോട്ടാ? മുകളിലേക്കാണുള്ളത്. അപ്പൊ CD എന്ന് പറയുന്ന ആർമേച്ചർ കോയിൽ എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക? CD മൂവ് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. CD അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി AB എങ്ങോട്ടായിരിക്കും പോവുക? ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കുമല്ലോ. അപ്പൊ CD അപ്വേർഡ് ആണെങ്കിൽ AB എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ഇതെന്ത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ക്ലോക്ക് വലത്തോട്ടല്ലേ പോവുക. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അപ്രദക്ഷിണ വഴിയിലൂടെയാണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോ ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഈ കറണ്ടിന്റെ ഡയറക്ഷനിൽ ഇവിടെ എവിടെയാ ഉള്ളതെന്ന് നമ്മൾ നോക്കി. അപ്പൊ CD-യിൽ കറണ്ട് ഇങ്ങോട്ടല്ലേ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇതേ ഡയറക്ഷനിലാണ് വരിക. അപ്പോൾ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പോകുന്നു. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആയി അല്ലെ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉള്ളത്.
ദെൻ ഈ ആർമേച്ചർ കോയിലിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആർമേച്ചർ കോയിലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ കറണ്ട് ഇവിടെ 2 ഡയറക്ഷനിലായതുകൊണ്ട് അതിനെ ഈ കറണ്ട് 2 ഡയറക്ഷനിൽ വരുന്നത് കൊണ്ട് ഈ ഫോഴ്സ് ഒരേ ഡയറക്ഷനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതിരിക്കാനാണ് ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ എക്സ്പെരിമെന്റിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടു മെയിൻറ്റെയിൻ ദ റൊട്ടേഷൻ ഓഫ് ആർമേച്ചർ കോയിൽ in the direction of flow of current in armature must be changed continuously. Split ring commutator helps to change the direction of current after each half rotation. അപ്പോൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു വീഡിയോ പ്രസന്റേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് current, split ring commutator is used to change the direction of current. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിലെ നമ്മൾ പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങൾ എടുത്തിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ബുധനാഴ്ച കാണാം. എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും വൈകുന്നേരം 5 മണിക്കാണ് 5 PM വീഡിയോകൾ റിലീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ടുകൾ കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി നൽകുന്നതാണ്. അപ്പോൾ അടുത്ത ബുധനാഴ്ച അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.